ഇന്ന് ഞാൻ ഓട്ടുപാത്രം വെളുപ്പിക്കുന്ന തേച്ചിട്ട് വീഡിയോ കാണിക്കുന്ന നിങ്ങൾക്ക്. എല്ലാരും കമന്റ് ഇടുന്നു എങ്ങനെ നിങ്ങളെ ഓട്ടുപാത്രം ഇങ്ങനെ നിറം വരുന്നതെന്ന്. അത് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. പണ്ട് കാലത്തെല്ലാം ഓട്ടുപാത്രം പഠിക്കല് മിറ്റത്തുനിന്ന് പഠിക്കല്. ഞങ്ങളെന്താ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇരുന്നിട്ട് വാങ്ങല് പഠിക്കല്. അതിന് വേണ്ട ചേരുവല് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ഉണക്ക് ചേരി പാങ്ങില് ചുട്ടത്. ഇത് മുരിക്കിന്റെ ചപ്പില. ഇത് ഫോടോക്കായി, സോപ്പും കായി എന്നും പറയാ. അതില്ലെങ്കിൽ സോപ്പിന്റെ എന്താ കൂട്ടിയാൽ മതി. ഇതെല്ലാം കൂട്ടി തേച്ചാൽ ഓട്ടുപാത്രം പാങ്ങില് വെളുപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ചേരി കത്തിച്ചത്. ഇതൊരു 4 സോപ്പും കായ് കുഞ്ചിട്ടത്. ഇത് മുരിക്കിന്റെ ചപ്പില. പണ്ട് കാലത്തെല്ലാം നമ്മ അടുപ്പിൽ തന്നെ തീമാച്ചിട്ട് മുറ്റത്ത് കൊണ്ടുവന്നിട്ട് പഠിക്കല് കരി പിടിച്ചതിന്. ഇപ്പൊ ഗ്യാസിൽ തീമാക്കുന്ന ഉള്ളിൽ തന്നെ പഠിച്ച് ഉള്ളിൽ തന്നെ വെച്ചു. ഞാൻ ഇതേപോലെ തന്നെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും പഠിക്കുന്നത്. ഓട്ടുപാത്രം തേച്ചത്ര വെളുക്കും. ഇതുപോലെ തേച്ചാ മതി നിങ്ങൾ. അടിയിൽ ഇങ്ങനത്തെ ഒരു മരക്കഷ്ണം വെച്ചെങ്കിൽ ഇതിന്റെ മണ്ണൊന്നും പറ്റിയില്ല. ഇത് ചെച്ചിട്ട് ഇങ്ങനെ തേക്കാം. ഇത് പുറം അതേപോലെ തേക്കണം, ഉള്ളിൽ മാത്രം തേച്ചാ പോരാ. നല്ല സ്വർണത്തിന്റെ കളർ വരും തേച്ചാ കണക്ക്. ഇതിന്റെ ബക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഞാൻ സോപ്പും കായ് കൂട്ടിയത്. സോപ്പും കായ് ഇല്ലെങ്കിൽ സോപ്പ് കൂട്ടിയാലും മതി. ഇത് കര വെളുക്കണമെങ്കിൽ ഇതെങ്ങനെ തേക്കണം. ഓട്ടുപാത്രം ഇതെങ്ങനെ തേക്കേണ്ടത്. ഈ സൈഡെല്ലാം തേച്ചിട്ടാകുമ്പോ കരി പാങ്ങിൽ പോകുന്നില്ല, കുറെ സൊയ്യുന്നു. അത് അടുപ്പിലെ കരിയല്ലേ. ഇത് പാരുള്ളി ഇതിന് പാങ്ങിൽ ചവിട്ടിയിട്ട് തേച്ചെങ്കിൽ നല്ല പാങ്ങ് വെളുക്കും. ഇത് പാങ്ങില് തേച്ചിട്ടായി. ഇതിന്റെ ബാലെല്ലാം പാങ്ങില് തേക്കണം, എന്നാലേ നിറം വരും. ഇത് പാരുള്ളി ഇത് അത്ര എന്തായാലും നിറം വരില്ല. അത് വെള്ളോട്. ഇത് ഓട് പാങ്ങില്ല. ഓട് 2 സൈസ് ഉണ്ട്. വെള്ളോടും ഉണ്ട് മറ്റോടും ഉണ്ട്. ബാരുള്ളി എല്ലാം വെള്ളോട്ടിൽ കിട്ടിയില്ല. അത് നല്ല വെള്ളോട്. അത് എത്ര തേച്ചെങ്കിലും വെളുക്കും. ഇതിങ്ങനെ മുരുമുരുണ്ട്. അത് മിനുസായ ഓട്. അത് മേണിക്കുമ്പോ അറിയണം. ഞങ്ങൾക്ക് അറിയാതെ ഞങ്ങൾ പോയിട്ട് ഇത് മേണിച്ചത്. ഇത് ഒരു വക വെളുത്തു, നല്ലോണം അത്ര വെളുക്കില്ല. ഇത് വെള്ളോടല്ലല്ലോ, അതുകൊണ്ട് പാങ്ങിൽ വെളുക്കുകയില്ല. അത്ര തേച്ചെങ്കിലും ഇതിനപ്പുറം പോയില്ല. അത് എത്ര തേച്ചെങ്കിലും വെളുത്തോണ്ടിരിക്കും. ഓട്ട് മാത്രം പഠിച്ചിട്ട് കമിച്ചിട്ട് വെക്കണം. ഒരു പശ വെള്ളമായിക്കൂടാ. ഒട്ടും വെള്ള പശ ആയിക്കൂടാ. ഇങ്ങനെ കമിച്ചിട്ട് ഉണക്കിയിട്ടേ ഉള്ളിൽ കൊണ്ടുവച്ചോടൂ. വെള്ളം ഉണ്ടെങ്കിൽ അവിടെ തന്നെ കല പിടിച്ചിട്ട് പോകും. ഇത് ഞങ്ങളെ പണ്ടത്തെ കിണ്ണം പഠിക്കുന്നത്. ഇത് അധികം പഠിക്കലുണ്ട്. ബാക്കിയെല്ലാം എപ്പോഴെങ്കിലേ പഠിക്കല് സമയം കിട്ടുമ്പോ. മുരിക്കിന്റെ ഇല കൂട്ടിയാൽ വേഗം വെളുക്കും. നിങ്ങളെ നാട്ടിലെല്ലാം മുരിക്കുണ്ടോന്ന് അറിയില്ല. ഈ പഠിച്ചിട്ടാകുമ്പോ ഈ കരിയും വെള്ളം എല്ലാം പോയിട്ട് അവിടെ താഴ്ന്ന് അതിൽ നല്ല വളമല്ലേ, വപ്പം കൈ നല്ലോണം പിടിക്കുന്നുണ്ട്. കെട്ടി നിൽക്കുന്നൊന്നുമില്ല. ഈ സേവാനാഴി നല്ല ഓടും തോന്നുന്നു. തേക്ക് നാണൊക്കെ വെളുക്കുന്നുണ്ട്. മറ്റേ കിണ്ണൊന്നും അങ്ങനെ വെളുക്കുന്നേ ഇല്ല. ഇത് നല്ല ഓട്ടിന്റെ തന്നെ നിറം വരുന്നുണ്ട്. ഇത് സേവാനാഴി പുതിയത്. അത് മണിക്കുമ്പോ തോന്നിന് ഇത് ഓട് പാങ്ങില്ലാന്ന് തോന്നിന്. ഇപ്പൊ തേക്കുമ്പോഴേക്ക് നല്ല ഓട് തന്നെ. അത്രേ ആയിന് ഇത് മേടിച്ചിട്ട്.
അങ്ങനെ വലിഞ്ഞ തേക്കേണ്ടി വന്നിട്ടില്ല, ഇന്നല്ലേ മനസ്സിലായത്. ഇപ്പൊ ഉരുളി പോലെ തന്നെ വെളുക്കുന്നുണ്ട്. എനിക്ക് ഇനിയും കുറെ ഓട്ടുപാത്രം പഠിക്കാനുണ്ട്. പഠിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഇതായേ, അതുകൊണ്ട് ഞാൻ മതിയാക്കുന്നു. നിങ്ങൾ ഇതുപോലെ പഠിച്ചു നോക്കണം ഓട്ടുപാത്രം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.